ബാങ്കോക്കും പട്ടായയും ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൽ കാണാനുള്ളത്. ചിയാങ് മായും ചിയാങ് റായുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലോറേഷൻ വീഡിയോ ചിയാങ് മായിലേക്കാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. 2 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു സന്യാസിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിന് കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിന്ന് ചിയാങ് മായ് ആണ് നമ്മൾ കറങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു 8:30, 9 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് വാട്ട് പ്രാസിംഗ്, അതാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഒന്നും കാണാമല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ഇവിടെ ബേസിക്കലി കാണാനുള്ളത്. ഞങ്ങൾ ജസ്റ്റ് അകത്തൊരു ഗോൾഡൻ ബുദ്ധയൊക്കെ കാണാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റുവാണെങ്കിൽ ഞങ്ങൾ അതോടെ എടുത്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ. ഈ ഒരു ടെമ്പിളിൽ 0 എൻട്രൻസ് ഫീസാണ്, അല്ലെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട, നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ തന്നെ നല്ല ഒരു പോസിറ്റീവ് വൈബാണ് നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. ഒരു പ്രത്യേകത എനിക്ക് തായ്ലൻഡിൽ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ പഴയ മോണമെൻറ്റ്സിനെ അവിടെ തന്നെ വെച്ച് അതിന് ചുറ്റും അവർ വേറെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരിക, അതുപോലെ പുതിയ ബിൽഡിങ്ങുകൾ കൊണ്ടുവരിക, ആ ഒരു കളർ തീം കോമ്പിനേഷൻസ് ഒക്കെ വെച്ച്, അതായത് മാക്സിമം ഒരു പ്ലേസിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു എഫേർട്ടിനെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യണം. ആ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ ഫലവും കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നല്ല ഭംഗിക്കാണ് അത് അവരവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മളെങ്ങനെയാണ് ചിയാങ് മായ് ആൻഡ് ചിയാങ് റായ് കറങ്ങാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ടാക്സി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ ഇന്നലെ രാത്രി അവർ നമ്മളെ പിക്ക് ചെയ്തു, ഫുൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ 2 ദിവസത്തെ ഫുൾ ട്രിപ്പ് അവർ നമ്മുടെ കൂടെ ആയിരിക്കും. 5000 ബാത്താണ് നമ്മൾ 2 ദിവസത്തേക്കും കൂടെ അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 5000 ബാത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മൾ കാണുന്ന ചില സ്ഥലങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസുകൾ കൂടുതലാണ്. പിന്നെ ചിയാങ് മായ് ടു ചിയാങ് റായ് ട്രാവൽ ചെയ്യാനായിട്ടൊരു 150 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് പോകും. അങ്ങനെ മുഴുവനായിട്ടുള്ളൊരു എമൗണ്ടാണ്. നല്ല വൈബ് ഉള്ള 2 സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ദിവസം മാക്സിമം ഒരു സ്ഥലത്ത് ടൈം ലിമിറ്റ് വെച്ച് എത്രമാത്രം പ്ലേസ് അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കണ്ടു തീർക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോസിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ട്രിപ്പിൽ ആ ഒരു ഏരിയ മിക്കവാറും നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പിളിൽ നമ്മൾ കയറി നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ബുദ്ധയെ നമുക്കിവിടെ കാണാൻ പറ്റും. ഗോൾഡൻ കളർ ബുദ്ധയുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻ കളർ, ബ്ലാക്ക് കളർ ബുദ്ധയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ അവർ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്താണ്. പല രാജാക്കന്മാരാണ് കേട്ടോ അവിടെ ഒരു ഫേസിലിരിക്കുന്നത്, ആ പിക്ചറിലിരിക്കുന്നത്. അതായത് ഒരു ബുദ്ധയുടെ അടുത്ത് ചെറിയൊരു ബുദ്ധ, അങ്ങനെ പല പല ബുദ്ധകളെ കാണാൻ പറ്റും. പലരും ഡൊണേഷൻ കൊടുക്കുന്നത്, ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതും പഴയ ബിൽഡിങ്ങുകളെ ആ ഒരു സമാനതയെ നിലനിർത്തിക്കൊണ്ട് പണിതിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാക്കി ബിൽഡിങ്ങുകൾ കാണുമ്പം കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് വന്നപ്പം ഫസ്റ്റ് ബിൽഡിംഗ് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ കയറി എന്നുള്ളതേ ഉള്ളൂ. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസിലാണ് ഇത് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗോൾഡൻ കളർ. അപ്പോൾ അവിടെ ഇരിക്കുന്ന 2 പേര് ഇവിടുത്തെ രാജാവും രാജ്ഞിയുമാണ്. തായ്ലൻഡ് ഒരു രാജഭരണത്തിന് കീഴിലുള്ള സ്ഥലമാണ്. അപ്പം ഈ ഒരു ബുദ്ധ നിങ്ങളൊന്ന് നന്നായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ വരുന്ന വഴിക്ക്, അതായത് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വഴിക്കുള്ള ഡോറാണ്. അതെനിക്ക് എടുത്ത് പറയാൻ തോന്നി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ശരിക്കും 2 ഏഞ്ചൽസ് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ പല ഡോറുകളിലും കാണാൻ പറ്റും. ഇന്ത്യൻ ബുദ്ധിസവും അതുപോലെ തന്നെ ഹിന്ദുവിസത്തിൻ്റെ പല കാര്യങ്ങളും, ചൈനീസിലെ പല റിലീജിയൻ്റെ കോൺസെപ്റ്റുകളും എല്ലാം എന്താ പറയുക ഒപ്പിയെടുത്തുകൊണ്ടുള്ളൊരു ബുദ്ധിസമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ മണിയൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതാ ഞാൻ പറഞ്ഞു, ഇവരിങ്ങനെ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. നല്ല രസമുണ്ട് ഇങ്ങനെ പൂക്കളിങ്ങനെ നിന്ന്. അതാണ് ഇവിടുത്തെ ഒറിജിനൽ അല്ലെങ്കിൽ പഴയ ടെമ്പിൾ പ്രിമിസസ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ഉണ്ട്. 2 സൈഡിലായിട്ട് പഴയ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതതിന് മുമ്പിലുള്ള പുതിയൊരു ഇതാണ്. ഏറ്റവും പഴയ ബിൽഡിങ് കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നു. ആ ഒരു രീതിയിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അവിടെ നടക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാനൊക്കെ തോന്നി. എന്തായാലും വേണ്ട, നമ്മൾ നല്ല ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു പ്ലേസ് കണ്ടത്. ഒരു 1.5 hours ടൈം നിങ്ങൾ ഇതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റും.
നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ 2 സ്ട്രക്ചർ കാണാൻ പറ്റും. രണ്ടും 2 കാലഘട്ടങ്ങളിലായിട്ട് പണിതതാണ്, പഴയതാണ് കേട്ടോ. ഒത്തിരി പഴക്കമുള്ള 2 ബിൽഡിങ്ങുകളാണ്, ബിൽഡിങ്ങുകളല്ല, ടെമ്പിളിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് ആദ്യ കാലത്ത് പണിതിട്ടുള്ള ഒരു ടെമ്പിൾ സ്ട്രക്ചർ. പിന്നീട് അപ്ഗ്രേഡ് ചെയ്തെടുത്താണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഈ ഒരു സ്ട്രക്ചർ അപ്പുറത്ത് തൊട്ടത്തിൽ പോകുന്നതാണ് പണ്ടത്തേതായിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ്. ഇത് 1365 ആ ഒരു കാലഘട്ടത്തിൽ കാണുന്നതാണ്. എന്ത് പറ്റി ഇവിടെ ഇത്രയും സന്യാസികൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടായിരിക്കും ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. എല്ലാവരും അവരിങ്ങനെ നമസ്കരിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പം നമ്മളും അതൊക്കെ ചെയ്ത് അങ്ങനെ അടുത്തേക്ക് പോയി കേട്ടോ. പോയപ്പോഴല്ലേ ആ വിശേഷം അറിയുന്നത്. എന്താണെന്നല്ലേ, ആർക്കെങ്കിലും ആ സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതെ, ഒറിജിനലിനെ വെല്ലും. ഇത് ഒറിജിനൽ സന്യാസിമാരൊന്നും അല്ല കേട്ടോ. നമ്മൾ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് സ്റ്റാച്യൂസാണ്. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന സന്യാസിമാരുടെ, അതായത് അവരുടെ ഹെഡായിരുന്നവരുടെയൊക്കെ സ്റ്റാച്യൂസാണ്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പം, അതായത് കയറി വരുന്ന വഴിക്കൊക്കെ നോക്കിയപ്പോൾ ഒറിജിനൽ ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, ജിതിനും ഒക്കെ അതേ ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഫോണും ക്യാമറയായിട്ടൊക്കെ വരുമ്പോൾ ഇവരെ നമ്മൾ ഇവിടുന്ന് ഓടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. പക്ഷേ അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യൂസാണ്. നിങ്ങൾ നോക്കൂ, ഒറിജിനൽ ആളിരിക്കണ പോലെ തന്നെ ഉണ്ട്. ഇത് ശരിക്കും വാക്സ് സ്റ്റാച്യൂസാണ്. അപ്പോൾ ഇനി ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് കൊണ്ടും അതുപോലെ തന്നെ ഗോൾഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതും. പല പെയിൻറ്റിങ്സുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവർ റീടച്ച് ചെയ്തിട്ടില്ല. എന്തായാലും അതിനെ മാക്സിമം അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അപ്പം ഇതിന് 2 ഡോസ് ഉണ്ട്. നമ്മൾ വേറൊരു ഡോറിൽ കൂടെ കയറി വന്ന് ഈ ഒരു ഡോറിൽ കൂടെ വേണം ഇറങ്ങി പോകാനായിട്ട്. ഇവിടെയും ഇതുപോലെയുള്ള സന്യാസിമാർ ഇരിപ്പുണ്ട് കേട്ടോ. സ്റ്റാച്യൂസാണ്. നമുക്കിത് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഇങ്ങനെ നിന്ന് കാണാം. ഇതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ഐഡിയതയോട് കൂടിയാണ് അവരത് ചെയ്തിരിക്കുന്നത്. പഴയ ഒരു സ്ട്രക്ചറിൽ പുതിയ അഡീഷൻ. അതാ ഞാൻ പറഞ്ഞു, ഇവർ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാകും. അത് ഇതിന് കൂടുതൽ മനോഹാരിത തരുന്ന ഒരു രീതിയിലാണ്. ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് നമുക്കൊരു തേജസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. മുടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി അടുത്ത ഒരു അമ്പലത്തിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ഷ്രൈനിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒത്തിരി വർഷം പഴക്കമുണ്ട്. BC 76 ശ്രീലങ്കൻ രാജാവ് ഇതിനെ പണി കഴിപ്പിച്ചതാണ്. ഫൈഹാൻ എന്നാണ് ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നത്. അപ്പം ഇവിടുന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോങ് വ്യൂവിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഉള്ളിലെ ഒരു പ്രസൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ഗോൾഡൻ ബുദ്ധ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോൺസെപ്റ്റിൽ നിൽക്കുകയാണ്.
എന്ത് മനോഹരമായിട്ടാണ് ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തുള്ളവർ ചെയ്തത് എത്ര വർഷങ്ങളോളം നിൽക്കുന്നു, അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകളോളം നിൽക്കുന്നു എന്ന് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഒരു 50 വർഷം ഒരു ബിൽഡിങ് തികച്ച് നിന്നാൽ അതൊരു അത്ഭുതമാണ്. അപ്പം ഏറ്റവും നല്ല ആർക്കിടെക്റ്റും ഏറ്റവും നല്ല എൻജിനീയേഴ്സും നിന്നിരുന്നത് നമ്മുടെ ഈ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ സെറ്റായിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലല്ലെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇവിടുത്തെ പെയിൻറ്റിങ്സ് ഇവിടുത്തെ കാലഘട്ടങ്ങളെ കാണിച്ചുകൊണ്ടിടുന്നതായിരുന്നു. ഇവിടുത്തെ ആളുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ഇവരുടെ കൾച്ചറിനെ ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പല ഏഞ്ചൽസിനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ്സുകളെല്ലാം ഉള്ളത്. പഴയകാല പെയിൻറ്റിങ്സാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ചുവരിൽ കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണ്, എന്ത് മനോഹരതയാണ് അല്ലേ. നമുക്ക് ഇവിടുത്തെ ഒരു പ്രെയർ ഒന്ന് കേട്ടു നോക്കിയാലോ. കണ്ടാലറിയാം പുറത്തുനിന്നുള്ളവരാണ്. അവർ ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിന്ന് കൊടുക്കുകയാണ്, കൈ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ചരട് ഇവിടെ കെട്ടുന്നുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ടുള്ള ചരടാണ്, റെഡ് കളർ ചരട് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെള്ളം എടുത്തവരുടെ തലയിൽ തളിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരതിനെ എണീച്ച് നമിച്ച് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. ഇതൊരു ഏറ്റവും ട്രെൻഡിങ് ആണല്ലോ AI കൊണ്ട് ഫേസസ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അതിലും ഒക്കെ മനോഹരമാണ് അന്നത്തെ ആ കലാകാരന്മാർ വരച്ച ഈ ചുവർ ചിത്രങ്ങൾ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റും. ഓരോ മനുഷ്യനിലും ഫീച്ചേഴ്സ് ഉണ്ട്. അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെയാണ് ചരിത്രം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. സ്ട്രക്ചർ, ഒരു സ്തൂപ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് പുറത്ത്. അത് കഴിഞ്ഞപ്പോൾ ഈ മണികൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നുമല്ല, പുറത്ത് നമ്മുടെ മുമ്പിൽ പോയ ആ കുഞ്ഞു കുട്ടിയെ കണ്ടില്ലേ, ആളിങ്ങനെ അടിച്ചടിച്ചടിച്ച് കളിക്കുന്നുണ്ടാകും. അപ്പോൾ എനിക്കും തോന്നി ഒന്ന് കളിക്കാമെന്നുള്ളത്. ചീത്ത കേൾക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളും അതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഒരുപാട് മണികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് അടിച്ചു നോക്കാം. നമ്മൾ നേരത്തെ അടിച്ചെടുത്തായിരുന്നു. നമ്മൾ അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് കുറേ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ കാര്യങ്ങളും. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ പ്രത്യേകതയുണ്ട്. ഒരു എന്താ പറയുക, ഒന്നും ഒരുപോലെ തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം ഇത്രയും മാത്രമാണ്. ഇപ്പോൾ ഒരു 14 മിനിറ്റ്സ് 15 മിനിറ്റ്സുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഇത്രയും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ചിയാങ്മായിൽ നമ്മൾ കണ്ട ബാക്കിയുള്ള ഭാഗങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ഔട്ട് ആകരുത് എന്നുള്ളത് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് തരുന്നത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 1.5 മണിക്കൂർ എടുത്ത സമയമാണ് നമ്മളൊരു 15 മിനിറ്റ്സിനുള്ളിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്.